നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇപ്പോ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയില്ലേ? ഈ ഏപ്രിൽ മെയ് മാസം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ള മാസങ്ങളാണ്. കാരണം സ്കൂളിൽ പോകണ്ട, വീട്ടിൽ ഇരുന്ന് ധാരാളം കളിക്കാം, ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ ഈ 2 മാസങ്ങൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് നല്ലൊരു ടാസ്ക് തന്നെയാണ്. പ്രത്യേകിച്ച് PSC പഠിക്കുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ച്. വീട്ടമ്മമാര് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് പഠിക്കാനുള്ള സമയം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിലോ കുട്ടികൾ ഫുൾ ടൈം വീട്ടിലുണ്ട്, വീട് മൊത്തം ശബ്ദമുഖരിതമായിട്ടിരിക്കുവാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റും, എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തണം, അപ്പൊ അതിന്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീട്ടമ്മമാർക്കായുള്ള 4 സൂത്രവിദ്യകൾ. അപ്പോ വെക്കേഷൻ കാലത്ത് സമയം കിട്ടാത്ത വീട്ടമ്മമാരുണ്ടോ? നമ്മുടെ വീഡിയോ ഇപ്പൊ കാണുന്ന വീട്ടമ്മമാര് സമയം കിട്ടാത്ത വീട്ടമ്മമാരാണോ? ആണെങ്കിൽ യെസ് എന്നും താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് ഞാൻ കുറെ ടിപ്സ് ഒക്കെ ഇനിയും ആഡ് ചെയ്ത് പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ ഒരു 4 സൂത്രവിദ്യകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഒരു വീട്ടമ്മ ആയിരുന്നിരിക്കെ PSC പരീക്ഷയ്ക്ക് പഠിച്ച് ജോലി വാങ്ങിയ ആൾ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാനസിക സംഘർഷം എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഞാനും കല്യാണം കഴിഞ്ഞ് വീട്ടുജോലിയും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ച് ജോലി വാങ്ങിയ ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ടൈപ്പ് വീഡിയോസ് കൂടുതലായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം, എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ, അതിനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ടിപ്പ് പറഞ്ഞു തരട്ടെ. അതിരാവിലെ എഴുന്നേൽക്കുക എന്നതാണ് ദ മോർണിംഗ് മാജിക്. അതായത് കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് 1 മണിക്കൂർ മുന്നോ 2 മണിക്കൂർ മുന്നോ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം രാവിലെ അങ്ങ് പഠിച്ചു തീർക്കാൻ വേണ്ടി നോക്കുക. കാരണം ഈ ഡേ ടൈമില് പിള്ളേരുടെ പുറകെ നടക്കുന്ന സമയത്ത് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കേണ്ട വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് രാത്രിയിലത്തേക്കേ പറ്റത്തുള്ളൂ, അത് ഉറക്കം വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ ഫ്രഷ് മൈൻഡ് ആയിട്ട് എഴുന്നേൽക്കുമ്പോ തന്നെ ഈ പാടുള്ള വിഷയം, അതായത് സയൻസ് ആകാം, ഇംഗ്ലീഷ് ആകാം, മലയാളം ആകാം, മാത്സ് ആകാം. ഇപ്പൊ ഗ്യാപ്പ് വന്ന കുറേ വീട്ടമ്മമാരുണ്ടായിരിക്കും. PSC ഇപ്പൊ ഏജ് കൂട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോ അവരൊക്കെ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ PSCയിൽ ഇറങ്ങി ആ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് അത് വേണം നിങ്ങൾ രാവിലെ പഠിക്കാൻ. ഓക്കെ, ദ മോർണിംഗ് മാജിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ മോർണിംഗ് മാജിക് നിങ്ങൾക്ക് വിസിബിളി കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പകൽ സമയത്ത് 4-5 മണിക്കൂർ എടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ രാവിലെ ആരും ബഹളമൊന്നും ഇല്ലാത്ത സമയത്ത്, നിങ്ങൾ മാത്രമുള്ള സമയത്ത് നിങ്ങൾക്ക് 1-2 മണിക്കൂർ കൊണ്ട് സുന്ദരമായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ രാവിലെ എഴുതേക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 4:30 കഴിയുമെങ്കിൽ 4:30 തന്നെ പഠനം തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകണ്ടല്ലോ, അപ്പൊ വീട്ടുജോലി കുറച്ച് വൈകി ചെയ്താലും കുഴപ്പമൊന്നും. അതുകൊണ്ട് 4:30 തന്നെ എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 2 മണിക്കൂർ 6:30 വരെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. ഓക്കെ, 4:30 തന്നെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 6:30 വരെ 2 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുമല്ലോ. ഓക്കെ, ആദ്യത്തെ ടിപ്പ് അതാണ്, അതിരാവിലെ എഴുന്നേക്കുക എന്നത്. അടുത്ത ടിപ്പ് ജോലിക്കിടയിലുള്ള പഠനമാണ്. പിന്നെ നിങ്ങൾ വീട്ടുജോലിയിലേക്ക് കടന്നു. അപ്പോ ആ സമയവും നിങ്ങൾ വെറുതെ കളയാൻ പാടില്ല. ഓഡിയോ വെച്ച് പഠിക്കാം. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ക്ലാസ്സുകൾ ഓഡിയോ മുഖേന കേട്ട് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് അതിലെ ക്ലാസ്സുകൾ പഠിക്കാം. ആപ്പിലെ ക്ലാസ്സുകൾ കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഓഡിയോ ലേണിംഗ് ഒരു സമയം പോലും നിങ്ങൾ വെറുതെ കളയാൻ പാടില്ല. വീട്ടമ്മമാരെ സംബന്ധിച്ച് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ്. കാരണം കുട്ടികൾ ഇപ്പൊ വീട്ടിലുള്ള സമയം ആകുമ്പോഴത്തേക്കും അവരൊന്ന് ഓടി വീഴും, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും പരാതിയും പരിഭവങ്ങളും. ഇപ്പം 2 പേരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പരാതിയും പരിഭവങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അതിനിടയ്ക്ക് നിങ്ങൾക്ക് സമയം കണ്ടെത്തണ്ടേ? അപ്പൊ കിട്ടുന്ന സമയങ്ങൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന സമയം, അപ്പൊ ആ സമയമൊക്കെ ഓഡിയോ ലേണിംഗ് വഴി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ കേട്ട് റിവിഷൻ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സമയവും നിങ്ങൾ വെറുതെ കളയാൻ പാടില്ല. ഓക്കെ, ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ പഠിക്കുന്ന സമയത്ത് ഈ സമയങ്ങളിലൊക്കെ, അതായത് ജോലി ചെയ്യുന്ന ഇടയിലായാലും, അതായത് കുക്കിംഗ് ആയാലും തുണി കഴുകുന്ന ഇടയിലായാലും ഒക്കെ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊരു മെയിൻ ടിപ്പായിട്ട് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ടിപ്പ് നമ്പർ 2 ഓഡിയോ ലേണിംഗ് ആണ്. ഇനി 3ാമത്തെ ടിപ്പ് കൃത്യമായ പ്ലാനിങ്, അതായത് നൈറ്റ് പ്ലാനിങ്.
ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തു നോക്കാം. രാവിലെ എണീറ്റിട്ട് ഞാൻ ഇന്ന് എന്തോ പഠിക്കണം എന്ന് ചിന്തിച്ചിരുന്നാൽ കുറേ സമയം അങ്ങ് പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. തലേ ദിവസം തന്നെ പിറ്റേ ദിവസം ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് ആ ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടാകണം. പറ്റുമെങ്കിൽ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇന്ന് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഈ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ രാവിലത്തെ ഒരു ഷെഡ്യൂള്, പിന്നെ നിങ്ങൾ ഓഡിയോ ലേണിംഗ്, ഈ സമയത്ത് ഞാൻ ഇതായിരിക്കും കേട്ട് പഠിക്കാൻ പോകുന്നത്, വൈകിട്ട് ഈ സമയത്ത് ഇതൊക്കെ ആയിരിക്കും ഞാൻ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ചും കൂടെ ഈസിയാണ്. ഇത് പിറ്റേ ദിവസം അല്ല ഉണ്ടാക്കേണ്ടത്. ഇന്ന് ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ കൃത്യമായ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പില് എല്ലാ ബാച്ചിലും ടൈം ടേബിൾ തന്നു പഠിപ്പിക്കുന്നതിന്റെ കാര്യം ഇതാണ്. ഒരു ദിവസം നിങ്ങൾക്ക് എന്താണോ കൃത്യമായിട്ട് പഠിക്കാനുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് തരും. അതനുസരിച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് ചിന്തിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അത് ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായ ടൈം ടേബിൾ എല്ലാ ബാച്ചിലും ഉണ്ട്. പുതിയ LDC ബാച്ച് ആയാലും LGS ബാച്ച് ആയാലും സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന കമ്പനി LGS ബാച്ച് ആയാലും ഡിഗ്രി ലെവലായാലും ഏത് ലെവലായാലും കൃത്യമായ ടൈം ടേബിൾ അടക്കമാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം തിങ്കളാഴ്ച എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് തരും. ആ കാര്യങ്ങൾ മാത്രം ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോൾ കൃത്യമായ പ്ലാനിങ് ഉണ്ടാവുമല്ലോ. അതാണ് മൂന്നാമത്തെ ടിപ്പ്. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കുട്ടികളെയും കൂടെ കൂട്ടുക. അതായത് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെയും കൂടി അടുത്ത് വിളിച്ചെടുത്തി അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അടുത്തിരുന്ന് പഠിക്കുക. കുട്ടികളോട് പറയണം അമ്മ പഠിക്കുകയാണ്. അപ്പോൾ അമ്മയും പഠിക്കുന്നു എന്നൊരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് രണ്ടുണ്ട് ബെനിഫിറ്റ്. ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. രണ്ടാമത്തത്, കുട്ടികളിൽ അമ്മ പഠിക്കുന്നുണ്ട്, എനിക്കും പഠിക്കണം, എനിക്കും വായിക്കണം എന്നൊരു ചിന്തയുണ്ടാക്കാനും പറ്റും. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ കളിക്കുന്ന സമയത്തോ അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ അടുത്ത് പോയിരുന്നിട്ട് അവരുടെ കൂടെ കളിക്കാനല്ല പറയുന്നത്, നിങ്ങൾ കൂടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരെയും പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അമ്മയും പഠിക്കുകയാണ് എന്ന തോന്നൽ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ. ഒന്നാമത്തെ ടിപ്പ് എന്താ? അതിരാവിലെ എഴുന്നേൽക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്താണ്? ഓഡിയോ ലേണിംഗ്, അതായത് ജോലിക്കിടയിലുള്ള പഠനം. മൂന്നാമത്തെ ടിപ്പ് എന്താണ്? നൈറ്റ് പ്ലാനിങ്, കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാകണം. നാലാമത്തെ ടിപ്പ് എന്താ? കുട്ടികളെയും കൂടെ കൂട്ടുക എന്നതാണ്. ഇനി കടലുപോലെ കിടക്കുന്ന സിലബസ് അല്ലേ, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, പഠിച്ചാ തീരുവോ, ഇതൊക്കെ എന്റെ മനസ്സിലുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തേ? കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കി. തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. ശനിയും ഞായറും ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. ഞായറാഴ്ച ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ PYQന്റെ വർക്കൗട്ട് ഞാൻ ചെയ്യും. അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുമായിരുന്നു. അപ്പോ കമ്പനി LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വീട്ടമ്മമാരുണ്ടോ? ഒരുപാട് ആൾക്കാർ എഴുതുന്ന പോസ്റ്റാണ് കമ്പനി LGS. ജോലി കിട്ടാൻ എളുപ്പമുള്ള പോസ്റ്റാണ് കമ്പനി LGS. കമ്പനി LGSന് ഒരുപാട് പേര് എഴുതുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്, ഒരുപാട് പേര് ആവശ്യം ഉന്നയിച്ചത് കൊണ്ടാണ് നമ്മൾ പുതിയൊരു ബാച്ച്, കമ്പനി LGSന്റെ ബാച്ച് മെയ് മാസം 4-ാം തീയതി നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ആരംഭിക്കുന്നത്. ജോലിക്ക് പോയി പഠിക്കുന്ന ആൾക്കാര്, വീട്ടമ്മമാര്, ജോലിക്കിടയിൽ സമയം കണ്ടെത്താനാകാത്ത ആൾക്കാർ, ബിഗിനേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് ആയതുകൊണ്ട് തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഈ ഒരു ബാച്ചിൽ ഞാൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിലിംസ് ബാച്ച് മാത്രമല്ല, പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. എക്സാം കഴിയുന്നത് വരെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. പ്രിലിംസും മെയിൻസ് ഇൻക്ലൂഡഡ്, മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികളിലൂടെ നിങ്ങളെയും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫുൾ സിലബസ് കവറേജ്. പറഞ്ഞതുപോലെ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്. ശനി ഞായറും റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. നോട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും. ഓക്കെ, മെയ് 4-നാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനും പറ്റും കേട്ടോ. അപ്പൊ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഇനി എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, ഏത് സിലബസാണ് ഞാൻ പഠിക്കേണ്ടത്, ഏത് നോട്ടാണ് കവർ ചെയ്യേണ്ടത്, ഏത് സോഴ്സ് ആണ് നോക്കേണ്ടത്, അങ്ങനെ ഓരോ കൺഫ്യൂഷൻ വേണ്ട. ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് തന്നെയാണ് നിങ്ങൾ ഒരുപാട് സമയം പോകുന്നത്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എല്ലാം നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ എക്സാം അടക്കം ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ എന്തുകൊണ്ട് ഈ ബാച്ച് വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഏറ്റവും അനുയോജ്യം എന്ന് ചോദിച്ചാൽ അതിനും 4 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കാണാൻ പറ്റും. കാരണം
കാരണം റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ക്ലാസ് കണ്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആപ്പിൽ തന്നെ ഡയറക്ട്ലി എന്നോട് ചോദിക്കാം. ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ പുതിയ SCERT പാഠഭാഗം 5, 7, 9, 6, 8, 10 അതായത് 5 മുതൽ 10 വരെയുള്ള സയൻസും സോഷ്യലും സെലക്ടഡ് ചാപ്റ്റേഴ്സ് നിങ്ങളെ പഠിപ്പിച്ച് എക്സാം എഴുതിപ്പിച്ചേ വിടത്തുള്ളൂ. ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. വീക്ക്ലി റിവിഷൻ പരീക്ഷ ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്, ശനി ഞായറും റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. അപ്പോൾ നിങ്ങൾ ഓടി നടന്ന് കോച്ചിങ് സെന്റർ ഒക്കെ തപ്പി പോവാൻ സാധിക്കാത്ത ആൾക്കാർക്ക്, അതിന് സമയമില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ ബാച്ചിലേക്ക് കയറി വരാം. വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാം. 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ മക്കൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം, അത് അത്യാവശ്യമാണ്. പക്ഷേ മക്കളെ നല്ല രീതിയിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു വെക്കേഷൻ സമയം കളയുന്ന ഒരു കാര്യമായിട്ട് മാറ്റാതെ ഒരു അവസരമായിട്ട് കണ്ട് പരമാവധി സമയം കണ്ടെത്തി നിങ്ങൾ പഠിക്കാൻ ആരംഭിച്ചോളൂ. അതിനുവേണ്ടി ഹർഷിതം എഡ്യൂടെക് ആപ്പ് എല്ലാ ടിപ്പുകളും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. മെയ് 4 ബാച്ചിൽ കാണാം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ഫ്രഷ് മൈൻഡ് ആയിട്ട് കയറി വന്നോളൂ. 50 ദിവസം കൊണ്ട് പ്രിലിംസ് ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻസിലേക്കും കടക്കും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അതുപോലെ കൂടെ പഠിക്കുന്ന ആൾക്കാരെയും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.